അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ, മൃദുജലവും കഠിനജലവും. റെയിൻ വാട്ടർ ഗെറ്റ്സ് ഫിൽറ്റേർഡ് ആൻഡ് ഫ്ലോസ് ത്രൂ ദ സോയിൽ ടു റീച്ച് വെൽസ്, റിവേഴ്സ് ആൻഡ് സീ. മഴവെള്ളം മണ്ണിലൂടെ അരിച്ചിറങ്ങിയും ഒഴുകിയുമാണ് കിണറുകളിലേക്കും സമുദ്രത്തിലേക്കും പുഴകളിലുമൊക്കെ എത്തുന്നത്. During this process, many substances present in the soil gets dissolved in it. അപ്പോൾ ഈ ഒരു പ്രക്രിയ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒഴുകിയെത്തുകയും അരിച്ചിറങ്ങുകയും ചെയ്യുന്ന സമയത്ത് മണ്ണിലെ പല പദാർത്ഥങ്ങളും ജലത്തിലേക്ക് എന്ത് ചെയ്യുന്നു, ലയിച്ചു ചേരുന്നു, ഡിസോൾവ് ചെയ്യുന്നു. It has been found that mostly the salts of calcium and magnesium get dissolved in water. അപ്പോൾ ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ അരിച്ചിറങ്ങുകയും ഒഴുകിയെത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണ് കൂടുതലായും ജലത്തിൽ ലയിച്ചു ചേരുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ദ വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഡസ് നോട്ട് ലാദർ ഈസിലി ഈസ് കോൾഡ് ഹാർഡ് വാട്ടർ. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം എന്നാണ് പറയുന്നത്. സോപ്പ് നന്നായി പതയാത്ത ജലത്തെ കഠിനജലം, ഹാർഡ് വാട്ടർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ കാഠിന്യത്തിന് കാരണം നോക്കാം. ഹിയർ ദ ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഡിസോൾവ്ഡ് സാൾട്ട്സ് ഓഫ് കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം. ഇവിടെ ജലത്തിന് കാഠിന്യത്തിന് കാരണം അതിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന കാൽഷ്യം, മഗ്നീഷ്യം എന്നീ ലവണങ്ങളാണ്. അപ്പോൾ കാൽഷ്യം, മഗ്നീഷ്യം ലവണങ്ങൾ ആ ഒരു വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വെള്ളത്തിന് ഹാർഡ്നെസ് ഉണ്ടാവാൻ, കാഠിന്യം ഉണ്ടാകാൻ കാരണം. വാട്ടർ ഇൻ വിച്ച് സോപ്പ് ഗീവ്സ് ലാദർ റെഡിലി ഈസ് കോൾഡ് സോഫ്റ്റ് വാട്ടർ. എന്നാൽ സോപ്പ് നന്നായി പതയുന്ന ജലത്തെ നമ്മൾ എന്ത് പറയുന്നു, മൃദുജലം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ സോഫ്റ്റ് വാട്ടർ എന്നാണ് പറയുന്നത്. The hardness of water containing calcium or magnesium bicarbonates is removed during boiling. കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ് അടങ്ങിയ ജലം, അതും ഒരു കഠിനജലം തന്നെയാണ്. അങ്ങനെയുള്ള കഠിനജലത്തിൻ്റെ കാഠിന്യം നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ് പറയുന്നത്, ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് ബോയിലിംഗ്. ആ ഒരു ജലത്തെ തിളപ്പിക്കുന്നതിലൂടെ അതിൻ്റെ കാഠിന്യത്തെ, ഹാർഡ്നെസ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്നു, മാറ്റാൻ കഴിയുന്നു. ദിസ് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് നോൺ ആസ് ടെമ്പററി ഹാർഡ്നെസ്. ജലത്തിൻ്റെ ഇത്തരത്തിലുള്ള കാഠിന്യത്തെ നമ്മൾ എന്ത് പറയുന്നു, ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് താൽക്കാലിക കാഠിന്യം? അപ്പോൾ കാൽഷ്യത്തിൻ്റെയോ മഗ്നീഷ്യത്തിൻ്റെയോ ബൈകാർബണേറ്റ്സ് മൂലമുണ്ടാകുന്ന ആ ഒരു ജലത്തിൻ്റെ കാഠിന്യത്തെ നമ്മൾ എന്ത് പറയുന്നു, ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ടെമ്പററി ഹാർഡ്നെസ്സിനെ നമുക്ക് എങ്ങനെ മാറ്റാം, ബോയിലിങ്ങിലൂടെ മാറ്റാം. അതാണ് പറയുന്നത് ദ ടെമ്പററി ഹാർഡ്നെസ് ഓഫ് വാട്ടർ ഈസ് റിമൂവ്ഡ് ഡ്യൂറിങ് ബോയിലിംഗ് ഓഫ് വാട്ടർ. ആ ഒരു ജലത്തെ തിളപ്പിക്കുന്നതിലൂടെ ആ ഒരു താൽക്കാലിക കാഠിന്യം നമുക്ക് മാറ്റാൻ കഴിയുന്നു. ആ ഒരു ജലത്തിൻ്റെ ടെമ്പററി ഹാർഡ്നെസ് അല്ലെങ്കിൽ താൽക്കാലിക കാഠിന്യം മാറ്റാൻ കഴിയുന്നു. ദിസ് ഈസ് ഡ്യൂ ടു ദ ഡീകമ്പോസിഷൻ ഓഫ് ബൈകാർബണേറ്റ്സ് ഡ്യൂറിങ് ഹീറ്റ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്, ബൈകാർബണേറ്റുകൾ എന്ത് ചെയ്യുന്നു, ഡീകമ്പോസ് ചെയ്യുന്നതുകൊണ്ടാണ്. ചൂടാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായ ബൈകാർബണേറ്റുകൾ എന്ത് ചെയ്യുന്നു, വിഘടിക്കുന്നത് കൊണ്ടാണ് അവിടെ ടെമ്പററി ഹാർഡ്നെസ് മാറുന്നത്. The hardness of water containing the chlorides and sulfates of calcium and magnesium is not removed even after boiling. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളോ സൾഫൈഡുകളോ അടങ്ങിയ ജലം, അതും ഒരു ഹാർഡ് വാട്ടർ അല്ലെങ്കിൽ ഒരു കഠിനജലം തന്നെയാണ്. അങ്ങനെയുള്ള കഠിനജലത്തിൻ്റെ ഹാർഡ്നെസ്, കാഠിന്യം നമുക്ക് എന്ത് ചെയ്യില്ല, ബോയിലിങ്ങിലൂടെ മാറ്റാൻ സാധിക്കില്ല. ആ ഒരു ജലം ചൂടാക്കുന്നതിലൂടെ അല്ലെങ്കിൽ തിളപ്പിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള കാഠിന്യം മാറ്റാൻ കഴിയില്ല. അതായത് കാൽഷ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ കാൽഷ്യം സൾഫേറ്റോ അല്ലെങ്കിൽ മഗ്നീഷ്യം ക്ലോറൈഡോ അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റോ അടങ്ങിയ ജലമാണ് എങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ്, അതിൻ്റെ കാഠിന്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ബോയിലിങ്ങിലൂടെ തിളപ്പിക്കുന്നതിലൂടെ മാറ്റാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് പെർമനൻറ്റ് ഹാർഡ്നെസ്. ഇങ്ങനെയുള്ള കാഠിന്യത്തെ നമ്മൾ പറയുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ് അല്ലെങ്കിൽ സ്ഥിര കാഠിന്യം എന്നാണ് പറയുന്നത്. ഓക്കെ, പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ ക്യാൻ ബി റിമൂവ്ഡ് ഓൺലി ബൈ യൂസിങ് സർട്ടൈൻ കെമിക്കൽസ്. അനുയോജ്യമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, ഇങ്ങനെയുള്ള പെർമനൻറ്റ് ഹാർഡ്നെസ്, സ്ഥിര കാഠിന്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, മാറ്റാൻ കഴിയൂ. അപ്പം അനുയോജ്യമായ പ്രത്യേക തരത്തിലുള്ള രാസവസ്തുക്കൾ, കെമിക്കൽസ് ചേർത്ത് മാത്രമേ ഈ ഒരു പെർമനൻറ്റ് ഹാർഡ്നെസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ, റിമൂവ് ചെയ്യാൻ കഴിയൂ. ബട്ട് പെർമനൻറ്റ് ഹാർഡ്നെസ് കനോട്ട് ബി റിമൂവ് ലൈക്ക് ദിസ്. പക്ഷേ പെർമനൻറ്റ് ഹാർഡ്നെസ് നമുക്ക് എങ്ങനെ മാറ്റാൻ കഴിയില്ല, ബോയിലിങ്ങിലൂടെ മാറ്റാൻ കഴിയില്ല. ജലവുമായി ബന്ധപ്പെട്ട അടുത്ത വരുന്ന ടോപ്പിക്കാണ് വാട്ടർ ആൻഡ് ഗ്യാസസ്, ജലവും വാതകങ്ങളും. ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസോൾവ് ഇൻ വാട്ടർ. ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാതകങ്ങളാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും പോലുള്ളവ. അക്വാട്ടിക് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് മേക്ക് യൂസ് ഓഫ് ദ ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. ജലാശയ ജീവികളും ജലസസ്യങ്ങളും
അങ്ങനെ ഡിസോൾവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ലയിക്കപ്പെട്ടിരിക്കുന്ന ഓക്സിജനെ ഉപയോഗിച്ചാണ് നിലനിൽക്കുന്നത്. വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ഇറ്റ് ഡിക്രീസസ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ജലം മലിനീകരിക്കപ്പെടുന്നു എപ്പോഴാണ്? അതിലെ ഓക്സിജൻ്റെ അളവ് കുറയുമ്പോൾ. അപ്പോൾ എന്താണ്? വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഡിക്രീസസ്. ഓക്സിജൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് ജലം മലിനീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ മലിനീകരണം കൂടിക്കൊണ്ടിരിക്കുന്നു. ദ വേസ്റ്റ് ഡംപ് ഇൻ ടു റിവേഴ്സ് ആൻഡ് പോൺസ് ഡീകേ യൂസിങ് ദ ഓക്സിജൻ ഡിസോൾവ് ഇൻ ദം. കുളങ്ങളിലും പുഴകളിലും നിക്ഷേപിക്കപ്പെടുന്ന വേസ്റ്റ്, ജൈവ മാലിന്യങ്ങൾ എങ്ങനെയാണ് അഴുകുന്നത്? കുളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജനെ ഉപയോഗിച്ചാണ് അവ എന്ത് ചെയ്യുന്നത്? അഴുകുന്നത്. അങ്ങനെ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് അഴുകുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ദിസ് ഡിപ്ലീറ്റ്സ് ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ. ഇത് ആ ഒരു കുളത്തിലെയും അല്ലെങ്കിൽ ആ ഒരു പുഴയിലെയും ഓക്സിജൻ്റെ അളവിലെ കുറയ്ക്കുന്നു. റിസൾട്ട്സ് ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് അക്വാട്ടിക് ലൈഫ്. മാത്രമല്ല അവിടെയുള്ള അക്വാട്ടിക് ലൈഫ്, അവിടെയുള്ള ജലസസ്യങ്ങൾക്കും ജീവികൾക്കും അത് വളരെ ഹാനികരമായിട്ടും ഗുരുതരമായിട്ടും ബാധിക്കുന്നു. അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് വാട്ടർ പൊല്യൂഷൻ അഥവാ ജലമലിനീകരണം എന്ന് പറയുന്നത്. വാട്ടർ പൊല്യൂഷൻ ഈസ് എ ബേണിംഗ് ഇഷ്യൂ നൗവേഡേയ്സ്. ഇന്ന് വ്യാപകമായി അനുഭവപ്പെടുന്ന ഒരു ഗുരുതര പ്രശ്നങ്ങളിൽ ഒന്നാണ് ജലമലിനീകരണം എന്ന് പറയുന്നത്. വേരിയസ് ആക്ടിവിറ്റീസ് ദാറ്റ് കോസ് വാട്ടർ പൊല്യൂഷൻ ആർ. ജലമലിനീകരണം ഉണ്ടാക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാരണത്താലാണ് ജലമലിനീകരണം ഉണ്ടാക്കുന്നത്, വാട്ടർ പൊല്യൂഷൻ ഉണ്ടാവുന്നത് നോക്കിയാലോ. ഡംപിങ് ഓഫ് വേസ്റ്റ് ഇൻ വാട്ടർ റിസോഴ്സസ്. ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങളുടെ നിക്ഷേപം ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. റാമ്പന്റ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അമിത രാസവള പ്രയോഗം. എക്സസീവ് യൂസ് ഓഫ് ഡിറ്റർജൻസ്. ഡിറ്റർജൻറ്റുകളുടെ അമിത ഉപയോഗം. ഇൻസെക്ടിസൈഡ് ഗെറ്റിംഗ് മിക്സ്ഡ് വിത്ത് വാട്ടർ. ജലത്തിൽ അലിഞ്ഞു ചേരുന്ന കീടനാശിനികൾ. ഗ്ലോബൽ വാർമിംഗ്. എന്താണ്? ആഗോള താപനം. ഡിഫോറസ്റ്റേഷൻ, കാട് വെട്ടിത്തളിക്കൽ. ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. വ്യവസായം, കൃഷി, മാത്രമല്ല ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് അല്ലെങ്കിൽ കന്നുകാലി പരിപാലനം, വളർത്തൽ. റബ്ബിഷ് ആൻഡ് ഫീക്കൽ വാട്ടർ ഡംപിങ്. എന്താണ്? മോശം വെള്ളം എന്ത് ചെയ്യുന്നു? നമ്മൾ കുളത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ പുഴയിലേക്കും കടത്തിവിടുന്നത്. ഓൾസോ ഫ്യൂവൽ സ്പില്ലേജ്, ഇന്ധന ചോർച്ച. അപ്പോൾ പ്രധാനമായും ജലമലിനീകരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മളിത് പറഞ്ഞത്. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എക്സാമിന് ഇതിൽ നിന്നൊരു 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ടും എഴുതിയിരിക്കാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇന്ന് മനുഷ്യൻ നേരിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നങ്ങളിൽ ഒന്നാണ് കുടിവെള്ളക്ഷാമം എന്ന് പറയുന്നത്. സ്കേഴ്സിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ മാൻകൈൻഡ്. എക്സിസ്റ്റിംഗ് വാട്ടർ സോഴ്സസ് ആർ ഗെറ്റിംഗ് പൊല്യൂട്ടഡ് ഡേ ബൈ ഡേ. ഇന്ന് നിലവിലുള്ള ജലസ്രോതസ്സുകൾ ദിനം ചെല്ലും തോറും അനുദിനം എന്ത് ചെയ്യുന്നു? മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പൊല്യൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് പുട്സ് ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് ഇൻ ഡേഞ്ചർ. ഇത് നമ്മുടെ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും ജീവന് അപകടമാവുമെന്ന് ഉറപ്പാണ്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകൾ പലതും ഇന്ന് വറ്റി വരണ്ടുകൊണ്ടിരിക്കുകയാണ്, മലിനീകരിക്കപ്പെടുകയാണ്. ഇതിനെതിരെ നമ്മൾ കൃത്യമായി പ്രതികരിക്കുകയും അതിനെ സംരക്ഷിക്കുവാനുള്ള കാര്യങ്ങൾ നാം ചെയ്യുകയും വേണം. ജലമെന്ന് പറയുന്നത് ജീവനാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ടെക്സ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. വെൻ വാട്ടർ ഈസ് ഹീറ്റഡ് അറ്റ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ് ഓർ മെൽറ്റിംഗ് പോയിന്റ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഡസ് നോട്ട് ചേഞ്ച്. എന്താണ് പറയുന്നത്? തിളനിലയിലും ഖരാങ്കത്തിലും ജലം ചൂടാക്കിയാൽ അതിൻ്റെ താപനില മാറുന്നില്ല അല്ലെങ്കിൽ വ്യത്യാസപ്പെടുന്നില്ല. ഇതൊരു പ്രസ്താവനയാണ്. പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ഈസ് മീൻ ബൈ ബോയിലിംഗ് പോയിന്റ് ആൻഡ് മെൽറ്റിംഗ് പോയിന്റ്? തന്നിരിക്കുന്ന ചോദ്യം എന്തൊക്കെയാണ്? തിളനില, ഖരാങ്കം എന്നിവ എന്താണ്? അല്ലെങ്കിൽ എന്ത് പറയാം? ബോയിലിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയാം. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റും ഒന്നാണ്. അപ്പം മെൽറ്റിംഗ് പോയിന്റും ഫ്രീസിംഗ് പോയിന്റിനെ കുറിച്ച് പറയാം. അപ്പം എന്താണ് ബോയിലിംഗ് പോയിന്റ് നോക്കിയാലോ. ബോയിലിംഗ് പോയിന്റ്, ഓക്കെ, തിളനില. ദ ടെമ്പറേച്ചർ at which a liquid boils at normal atmospheric pressure is its boiling point. എന്താണ് പറയുന്നത്?
ഒരു ദ്രാവകത്തിൻ്റെ തിളനില എന്നാൽ എന്താണ്? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ദ്രാവകം തിളയ്ക്കുവാൻ ആവശ്യമായ താപനിലയാണ് നമ്മളെന്ത് പറയുന്നത്, അല്ലെങ്കിൽ തിളയ്ക്കുവാൻ ആവശ്യമായിട്ടൊരു നിശ്ചിത താപനിലയുണ്ട്. ആ ഒരു താപനിലയാണ് നമ്മളെന്ത് പറയുന്നത്, ആ ഒരു ദ്രാവകത്തിൻ്റെ ബോയിലിംഗ് പോയിന്റ് അല്ലെങ്കിൽ തിളനില എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ ലിക്വിഡ് ബോയിൽസ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ഇറ്റ്സ് ബോയിലിംഗ് പോയിന്റ്. അപ്പോൾ എന്തായിരിക്കും ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്? ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ഖരാങ്കം. നോക്കാം. ദ ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ്, ഒരു ദ്രാവകത്തിൻ്റെ താപനില, എങ്ങനെയുള്ള താപനില? അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് കാൾഡ് ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു താപനില തന്നെയാണ്. എപ്പോഴാണ് ആ താപനില ഉണ്ടാവുന്നത്? ടെമ്പറേച്ചർ ഓഫ് എ ലിക്വിഡ് അറ്റ് വിച്ച് ഇറ്റ് ഫ്രീസസ് ടു സോളിഡ് അറ്റ് നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ഒരു ദ്രാവകം തണുത്തുറഞ്ഞ് ഖരമാകുന്ന അവസ്ഥ ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു താപനിലയുണ്ട്. ആ താപനിലയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മെൽറ്റിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു അവസ്ഥയിൽ നിന്ന് മറ്റൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അതായത് എന്താണ്? സോളിഡിൽ നിന്ന്, ഐസിൽ നിന്ന് വെള്ളത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. അതും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അത് കൃത്യമായ താപനിലയിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു വസ്തു എന്ത് ചെയ്യുന്നു? മെൽറ്റ് ചെയ്ത് വാട്ടർ ആയിട്ട് മാറുന്ന അവസ്ഥ. ഫ്രീസിംഗ് പോയിന്റ് എന്താണ്? വാട്ടർ മെൽറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫ്രീസായി സോളിഡ് ആവുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഐസ് ആവുന്ന അവസ്ഥ. ഓക്കെ. പക്ഷേ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? നേരെ തിരിച്ചാണ്. ആ ഒരു വസ്തു അല്ലെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഐസ് എന്താകുന്ന അവസ്ഥ? വാട്ടർ ആകുന്ന അവസ്ഥ. രണ്ടും ഒരേ ഡെഫിനിഷൻ്റെ കീഴിലായിരിക്കും വരുന്നത്. ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദ ബോയിലിംഗ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ? ജലത്തിൻ്റെ ഖരാങ്കവും തിളനിലയും എത്രയെന്നാണ് ചോദ്യം. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജലത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ജലത്തിൻ്റെ ഫ്രീസിംഗ് പോയിന്റ്, ഖരാങ്കം എത്രയാണ്? ഫ്രീസിംഗ് പോയിന്റ് ഓർ മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്? 0 ഡിഗ്രി സെൽഷ്യസ്. 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിൻ്റെ ഖരാങ്കം എന്ന് പറയുന്നത്. അതിലുള്ള തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വൈ ദെയർ ഈസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ? എന്താണ് ഇവിടെ ക്വസ്റ്റ്യൻ? എന്താണ് താപനിലയ്ക്ക് അവിടെ വ്യത്യാസം വരാത്തത്? താപനില വ്യത്യാസപ്പെടാത്തതിന് കാരണം എന്തെന്നാണ് ചോദ്യം. എന്താണ് അതിന് കാരണം? നോക്കാം. വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് ദ ടെമ്പറേച്ചർ വിൽ നോട്ട് ചേഞ്ച് ബിക്കോസ് ഓൾ ദ ഹീറ്റ് ഈസ് സപ്ലൈഡ് ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. സോ ദ ടെമ്പറേച്ചർ ഡസ് നോട്ട് വേരി. ഇവിടെ എന്താണ് പറയുന്നത്? വെള്ളം ചൂടായി തുടങ്ങുകയോ അല്ലെങ്കിൽ ഫ്രീസായി തുടങ്ങുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ മാറുന്നില്ല. കാരണം അവിടെ നാം കൊടുക്കുന്ന ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപം, ഹീറ്റ് എന്ത് ചെയ്യുന്നു? അവസ്ഥാ മാറ്റത്തിനാണ് ഉപയോഗിക്കുന്നത്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവസ്ഥാ മാറ്റത്തിനാണ് ഉപയോഗിക്കുന്നത്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം, വൺസ് വാട്ടർ സ്റ്റാർട്ട്സ് ബോയിലിംഗ് the temperature will not change. It is because all the heat supplied, കൊടുക്കുന്ന എല്ലാ ഹീറ്റും എന്ത് ചെയ്യുന്നു? ഈസ് യൂട്ടിലൈസ്ഡ്. എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്, അവസ്ഥാ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വാക്ക് ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. യൂട്ടിലൈസർ ഫോർ ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ അല്ലേ? ടെക്സ്റ്റിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ ഡെഫിനിറ്റ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആൻഡ് കോക്കനട്ട് ഓയിൽ ആർ ഹീറ്റഡ് ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ് യൂസിങ് ദ സെയിം എമൗണ്ട് ഓഫ് ഹീറ്റ്. ഒരു നിശ്ചിത അളവ് ജലവും വെളിച്ചെണ്ണയും വെവ്വേറെ ടെസ്റ്റ് ട്യൂബുകളിൽ ഒരേ താപസ്രോതസ് ഉപയോഗിച്ച് ചൂടാക്കുന്നു. അതായത് 2 ടെസ്റ്റ് ട്യൂബുകളുണ്ട്, അതിലേക്ക് ഒരേ എമൗണ്ട് ഓഫ് വാട്ടറും ഉണ്ട്, വെളിച്ചെണ്ണയും ഉണ്ട്, കോക്കനട്ട് ഓയിലും ഉണ്ട്. അത് നമ്മൾ ഒരേ തരത്തിലുള്ള ചൂട് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യം, ഇൻ വിച്ച് കേസ് ഡസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസ് സ്ലോലി? എന്താണ്? ഏത് കേസിലാണ്
ടെമ്പറേച്ചർ താപം പതിയെ ഉയരുന്നത് എന്നതാണ് ചോദ്യം. ഏതിൻ്റെ താപനിലയാണ് സാവധാനം ഉയർന്നു വരുന്നത്? ഏതിൻ്റെ ഏത് ടെസ്റ്റ് ട്യൂബിലെ താപനിലയായിരിക്കും? വാട്ടറുള്ള ടെസ്റ്റ് ട്യൂബിലെ താപനിലയായിരിക്കും, വാട്ടറിൻ്റെ താപനിലയായിരിക്കും പതിയെ ഉയർന്നു വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ പതിയെ വാട്ടറിൻ്റെ താപനില പതിയെ ഉയരാൻ കാരണം എന്താ? അപ്പോൾ എങ്ങനെയാണ് വെളിച്ചെണ്ണയുടെ താപനില ഉണ്ടാവുക? അതെന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ഉയരും. വെളിച്ചെണ്ണ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് ചൂടാവും. പക്ഷേ വെള്ളം എന്ത് ചെയ്യുന്നു? പതിയെ മാത്രമേ ചൂടാവുള്ളൂ. എന്തുകൊണ്ട് വെള്ളം പതിയെ ചൂടാവുന്നു? ഉത്തരം എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ താപധാരിത. എന്താണ് ഉത്തരം? ജലത്തിൻ്റെ താപധാരിത ഉള്ളത് കൊണ്ടാണ് ജലം പതിയെ ചൂടാകുന്നത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലെ റൈറ്റ് എനി വൺ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് പ്രോപ്പർട്ടി. ഈ ഒരു പ്രത്യേകതയുടെ അല്ലെങ്കിൽ ഈ സവിശേഷതയുടെ ഏതെങ്കിലും ഒരു പ്രായോഗിക ഉപയോഗം എഴുതാനാണ് പറയുന്നത്. ഒരെണ്ണം എഴുതിയാൽ മതി, നമുക്ക് ഒരുപാടെണ്ണം അറിയാം അല്ലേ. വാഹനങ്ങളിൽ റേഡിയേറ്ററിൽ വെള്ളം ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ്, ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ്, താപധാരിത ഉള്ളതുകൊണ്ടാണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? എഞ്ചിനിലെ ചൂട് കുറയ്ക്കാൻ. ഇല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഭൂമിയുടെ ചൂടിനെ റെഗുലേറ്റ് ചെയ്യാൻ, ടു റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് എർത്ത്. നമുക്കത് പറയാം അല്ലേ, കുറച്ചുകൂടി എളുപ്പത്തിന് അത് പറയാം. ടു റെഗുലേറ്റ് ദ ടെമ്പറേച്ചർ ഓഫ് എർത്ത്. എങ്ങനെയാണ് ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ, നമ്മുടെ ഭൂമിയുടെ 2/3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടതാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അടുത്തതായി ടെക്സ്റ്റിലെ തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. 100 ml ഓഫ് ഈച്ച് ഓഫ് കോക്കനട്ട് ഓയിൽ ആൻഡ് വാട്ടർ ആർ ടേക്കൺ ഇൻ 2 beakers ആൻഡ് കെപ്റ്റ് ഇൻ ദ ഫ്രീസർ. എന്താണ് പറയുന്നത്? ഒരു ബീക്കറിൽ 100 ml വെളിച്ചെണ്ണയും മറ്റൊന്നിൽ 100 ml വെള്ളവും എടുത്ത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നു. ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഡിഫറൻസ് ക്യാൻ ബി ഒബ്സർവ് ഇൻ ദെയർ വോളിയംസ് ഡ്യൂറിങ് ഫ്രീസിങ്. തണുത്തുറയുമ്പോൾ ഇവയുടെ വ്യാപ്തത്തിന് എന്ത് വ്യത്യാസമാണ് സംഭവിക്കുന്നത്? എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? ഓക്കെ, എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാൻ കഴിയുന്നത്? പറയാം. ദ വോളിയം ഓഫ് ദ ബീക്കർ കണ്ടെയ്ൻസ് വാട്ടർ ഗെറ്റ്സ് ഇൻക്രീസസ് ഓർ ഇസ് ഗ്രേറ്റർ. എന്താണ്? ജലം ഇരിക്കുന്ന അല്ലെങ്കിൽ ജലം സൂക്ഷിക്കുന്ന ബീക്കറിൻ്റെ വോളിയം, വ്യാപ്തം എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പം എന്താണ് എയുടെ ഉത്തരം? എന്താണ്? ദ വോളിയം ഓഫ് ദ ബീക്കർ കണ്ടെയ്ൻസ് വാട്ടർ ഈസ് ഗ്രേറ്റർ. ഓക്കെ, എന്താണ്? ജലം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ 100 ml ജലം ഉള്ള ബീക്കറിൻ്റെ വോളിയം എന്തായിരിക്കും? കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടി വോളിയം കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യും? കാണപ്പെടും, നിരീക്ഷിക്കപ്പെടുന്നു. അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു ഇൻഫർ ഫ്രം ദിസ് ഒബ്സർവേഷൻ? ഈ നിരീക്ഷണത്തിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? എന്താണ് കണ്ടെത്താൻ കഴിഞ്ഞത്? എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് എന്നതാണ് ചോദ്യം. എന്താണ് നമുക്ക് പറയാം? ഡ്യൂ ടു ദ, ബി എന്ന് പറയുന്നത് ഉത്തരം, ഡ്യൂ ടു ദ അനോമലസ് expansion of water. തരം ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്ന പ്രത്യേകത ആണ് ജലത്തിൻ്റെ വോളിയം, വ്യാപ്തം കൂടുവാൻ കാരണമെന്ന് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് when water is frozen in glass bottle it is not advised to fill the bottles completely. Explain the reason. ചില്ല് കുപ്പികളിൽ ജലം ഐസാക്കി മാറ്റുമ്പോൾ അവ പൂർണ്ണമായും നിറയ്ക്കരുതെന്നും കുപ്പി അടയ്ക്കരുതെന്നും പറയുന്നതിന് കാരണം വിശദീകരിക്കുക. അതായത് ചില്ലുകുപ്പിയുടെ ഗ്ലാസ് ബോട്ടിലുകളിൽ നമ്മൾ എന്ത് ചെയ്യരുത്? വെള്ളം സൂക്ഷിക്കരുത്, തണുത്ത് ഉറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കരുത്, അല്ലെങ്കിൽ തണുക്കാനായിട്ട് വെക്കരുത്, അത് അടച്ചു വെക്കരുത് എന്ന് പറയില്ലേ? അതിന് കാരണം എന്തെന്നാണ് ചോദ്യം. ഓക്കെ, അതിന് ഉത്തരം എന്ന് പറയുന്നത് ദ വോളിയം ഓഫ് ദ വാട്ടർ ഇൻ ദ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഈസ് ഇൻക്രീസ്ഡ് ആൻഡ് ദ ബോട്ടിൽ വിൽ ബി ബ്രോക്കൺ. എന്താണ് പറയുന്നത്? നമ്മൾ പറഞ്ഞു ഈ അനോമലസ് എക്സ്പാൻഷൻ എന്ന പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട്, അസ്വാഭാവിക വികാസം എന്ന് പറയുന്ന പ്രത്യേകത ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ഒരു വെള്ളത്തിൻ്റെ വോളിയം കൂടുന്നു. വെള്ളത്തിൻ്റെ വോളിയം കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഗ്ലാസ്സിന് ഇരിക്കാൻ സ്ഥലമില്ലാതാവുകയും ഗ്ലാസ് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ ബോട്ടിൽ filled with water is increased and the bottle is broken. എന്താണ് പറയുന്നത്?
ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നു. ആ കുപ്പിക്കുള്ളിൽ ജലത്തിൻ്റെ വ്യാപ്തം കൂടുന്നു. കാരണം എന്തെന്ന് പറഞ്ഞു? അനോമലസ് എക്സ്പാൻഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് വെക്കുകയോ അല്ലെങ്കിൽ അടച്ചു വെക്കുകയോ ചെയ്തെന്നാണ് ആ വോളിയം കൂടാനൊരു സ്പേസ് ഉണ്ടാവാതിരിക്കുകയും ആ ഒരു കുപ്പി എന്ത് ചെയ്യുന്നു? പൊട്ടാനും ബ്രോക്കൺ ആവാനും എന്ത് ചെയ്യുന്നുണ്ട്? സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്താണ്? ചില്ലു കുപ്പികളിൽ ജലം നിറച്ച് വെക്കുകയോ അല്ലെങ്കിൽ എന്താണ് ജലം കുപ്പി അടച്ചു വെക്കുകയോ ചെയ്ത് ഫ്രീസ് ചെയ്യാൻ വെക്കരുതെന്ന് പറയുന്നത്. ടെക്സ്റ്റിലെ 4th ക്വസ്റ്റ്യൻ നോക്കാം. സോപ്പ് ഡിക്രീസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. സോപ്പ് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കുന്നു. ചോദ്യം, വാട്ട് ഈസ് സർഫസ് ടെൻഷൻ? എന്താണ് പ്രതലബലം എന്നാണ് ചോദ്യം. ഓക്കെ, ദ അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ് കോസസ് ദ ലിക്വിഡ് സർഫസ് ബിഹേവ്സ് ലൈക്ക് എ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ. ദിസ് ഈസ് സർഫസ് ടെൻഷൻ. അപ്പോൾ എന്താണ് പറയുന്നത്? സർഫസ് ടെൻഷൻ്റെ ഉത്തരം എന്താണ്? ദ അൺബാലൻസ്ഡ് ഫോഴ്സ്. അൺബാലൻസ്ഡ് എന്ത് ഫോഴ്സാണ്? അട്രാക്റ്റീവ് ഫോഴ്സ്. വെറും അൺബാലൻസ്ഡ് ഫോഴ്സ് അല്ല, അട്രാക്റ്റീവ് ഫോഴ്സ് ഓൺ ദ സർഫസ് ഓഫ് എ ലിക്വിഡ് കോസസ് ദ ലിക്വിഡ് സർഫസ് behaves like a stretched membrane. അപ്പോൾ എന്താണ് പറയുന്നത്? The unbalanced attractive force on the surface of a liquid causes the liquid surface behaves like a stretched membrane. ദ്രാവകത്തിൻ്റെ പ്രതലത്തിൽ കാണപ്പെടുന്ന അസന്തുലിതമായിട്ടുള്ള ആകർഷണ ബലം ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ദ്രാവകം എങ്ങനെ കാണപ്പെടുന്നു? വലിഞ്ഞു മുറുകിയ പാട പോലെ. ആ ഒരു ദ്രാവകത്തിൻ്റെ സർഫസ് പ്രതലം എന്ത് ചെയ്യുന്നു? വലിഞ്ഞു മുറുകിയ പാട പോലെ, സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ കാണപ്പെടുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രതലബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് ആണ്, ഒരു അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സ് എവിടെ കാണപ്പെടുന്ന? ജലത്തിൻ്റെ പ്രതലത്തിൽ കാണപ്പെടുന്ന അൺബാലൻസ് അട്രാക്റ്റീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ, അസന്തുലിതമായിട്ടുള്ള ആകർഷണ ബലം ജലത്തിൻ്റെ ദ്രാവകത്തിൻ്റെ പ്രതലത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ദ്രാവകം വലിഞ്ഞു മുറുകിയ സ്ട്രെച്ച്ഡ് മെംബ്രെയിൻ പോലെ, വലിഞ്ഞു മുറുകിയ പാട പോലെ ആക്ട് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലം എന്ന് പറയുന്നത്. അതിനുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. How does the decrease in surface tension benefit of washing clothes? പ്രതലബലം കുറയുന്നത് വസ്ത്രങ്ങൾ അലക്കുന്നതിൽ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. അതായത് നമ്മൾ ഈ ഒരു പ്രതലബലം സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ട് വാഷിംഗ് ക്ലോത്ത്സ്, അതായത് തുണികൾ അലക്കുന്നതിനുള്ള പ്രത്യേകത എന്താ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഉപയോഗമുണ്ടോ എന്നതാണ് ചോദ്യം. ഉണ്ട്. When we add soap to water, it reduces the surface tension of the water and water can enter into the fine threads of the fabrics. തുണികളുടെ ചെറിയ സ്പേസിലും സർഫസ് ടെൻഷൻ കുറഞ്ഞ വാട്ടറിന് എത്താൻ കഴിയും. അപ്പോൾ സോപ്പ് എന്ത് ചെയ്യുന്നു? സർഫസ് ടെൻഷൻ പ്രതലബലം കുറയ്ക്കുന്നു. അപ്പോൾ എന്ത് പറയാൻ കഴിയും? വെൻ വി ആഡ് soap to water, it reduces the surface tension of water and water can enter into the fine threads of fabrics. എന്താണ് പറയുന്നത്? നമ്മൾ വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ, സോപ്പിനെ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അത് അവിടുത്തെ പ്രതല ബലത്തെ കുറയ്ക്കുന്നു. റെഡ്യൂസസ് ദ സർഫസ് ടെൻഷൻ ഓഫ് വാട്ടർ. മാത്രമല്ല അങ്ങനെ സർഫസ് ടെൻഷൻ കുറയുന്നത് കൊണ്ട് തന്നെ വാട്ടർ ക്യാൻ എൻറ്റർ ഇൻ ടു ദ ഫൈൻ ത്രെഡ്സ് ഓഫ് ഫാബ്രിക്സ്. ഫാബ്രിക്സിൻ്റെ തുണി ഇഴകളുടെ ഫൈൻ ത്രെഡ്സിലേക്ക്, നൂലുകളിലേക്ക് കൃത്യമായിട്ട് ചെന്നെത്തുവാനും അവിടെ എന്ത് ചെയ്യുന്നു? അഴുക്കുകൾ ഇല്ലാണ്ടാക്കുവാനും എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു. ടെക്സ്റ്റിലെ 6th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രൊവൈഡിങ് എക്സസ് ഫുഡ് ഫോർ ഫിഷ് ഇൻ ആൻ അക്വാറിയം ഈസ് ത്രെഡ് ടു ഇറ്റ്സ് സർവൈവൽ ജസ്റ്റിഫൈ. ഫിഷ് ടാങ്കിൽ വളർത്തുന്ന മത്സ്യങ്ങൾക്ക് ആവശ്യത്തിലധികം ഭക്ഷണം നൽകുന്നത് അവയുടെ നിലനിൽപ്പിനെ എന്ത് ചെയ്യുന്നു? ഹാനികരമാകുന്നു അല്ലെങ്കിൽ ഭീഷണിയാകുന്നു. ഈ പ്രസ്താവനയുടെ ന്യായീകരണം എഴുതുക, അല്ലെങ്കിൽ ഈ പ്രസ്താവനയെ ന്യായീകരിക്കുവാനാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മൾ വെള്ളത്തിലേക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് ഇടുമ്പോൾ, പ്രത്യേകിച്ച് ജൈവ മാലിന്യങ്ങൾ ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വെള്ളത്തിൽ ഡിസോൾവ് ആയിരിക്കുന്ന ഓക്സിജൻ എടുത്താണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ഫുഡ് മെറ്റീരിയൽസിനെയും അല്ലെങ്കിൽ ആ പറയപ്പെടുന്ന ജൈവ മാലിന്യങ്ങളെയും ഡീകമ്പോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് കുറയുകയും അത് ജലജീവികൾക്കും അല്ലെങ്കിൽ അക്വാട്ടിക് അനിമൽസിന് അല്ലെങ്കിൽ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? ത്രെട്ടൻ ആവുകയും ചെയ്യുന്നു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ്? വെൻ വി ആഡ്
when we add more food into water, എന്ത് സംഭവിക്കുന്നു? The dissolved oxygen is utilized, okay, to decompose the food materials. So the amount of oxygen reduced and water gets polluted. അപ്പോൾ നമ്മൾ വേറൊരു കാര്യമാണ് പറഞ്ഞു അല്ലേ, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ജലം മലിനീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഫുഡ് മെറ്റീരിയൽസ് ആ ജലത്തിലേക്ക് ഇടുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ ഇൻടേക്ക് നടത്തി ആ ഫുഡിനെ എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്ത് ആ വെള്ളത്തിനെ മലിനീകരണമാക്കുന്നു. എങ്ങനെ മലിനീകരണമാക്കുന്നു? ഓക്സിജൻ വലിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം എന്താണ്? മലിനീകരിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഓക്സിജൻ്റെ റിഡക്ഷൻ വെള്ളത്തിലുണ്ടാകുന്നത് അനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ വെള്ളം പൊല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ജലജീവികൾക്ക് അത് ഭീഷണിയായിട്ട് മാറുന്നത്. അതാണ് ഇവിടെ പറയുന്നത്, വെൻ വി ആഡ് മോർ ഫുഡ് ഇൻ ടു വാട്ടർ, വെള്ളത്തിലേക്ക് നമ്മൾ ഒരുപാട് ഫുഡ് അധികമായിട്ട് ഇടുമ്പോൾ ദ ഡിസോൾഡ് ഓക്സിജൻ ഈസ് യൂട്ടിലൈസ്ഡ് ടു ബിക്കം ദ ഫുഡ് മെറ്റീരിയൽ, ഡികമ്പോസ് ദ ഫുഡ് മെറ്റീരിയൽസ് എന്നാണ് പറയുന്നത്. വെള്ളത്തിൽ ലയിച്ച് ചേർന്നിരിക്കുന്ന ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ആ ഫുഡ് മെറ്റീരിയൽസിനെ വിഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. സോ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ റെഡ്യൂസ്ഡ്, അങ്ങനെ എന്ത് ചെയ്യുന്നു? വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ എമൗണ്ട് കുറയുകയും ആൻഡ് വാട്ടർ ഗെറ്റ്സ് പൊല്യൂട്ടഡ്, ആ വെള്ളം എന്ത് ചെയ്യുന്നു? മലിനീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ടെക്സ്റ്റിലെ 7th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സം സബ്സ്റ്റൻസ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ കോസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ജലത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ചില പദാർത്ഥങ്ങൾ ജലകാഠിന്യത്തിന് കാരണമാകുന്നു. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസസ് കോസ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ജലകാഠിന്യത്തിന് കാരണമാകുന്നത് എന്നതാണ് ചോദ്യം. നോക്കാം. സോഡിയം ക്ലോറൈഡ്, കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്, കാൽഷ്യം ക്ലോറൈഡ് ആൻഡ് മഗ്നീഷ്യം കാർബണേറ്റ്. അപ്പോൾ ഉത്തരം പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യം റീവൈൻഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഹാർഡ്നെസ് ഓഫ് വാട്ടർ എന്ന് മാത്രമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? ടെമ്പററി ഹാർഡ്നെസ്സോ പെർമനൻറ്റോ ഹാർഡ്നെസ്സോ അല്ല, ഹാർഡ്നെസ് ഓഫ് വാട്ടർ. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ, സൾഫേറ്റുകൾ, ക്ലോറൈഡുകൾ ഇവ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ്, അല്ലെങ്കിൽ ഇവയുടെ ലവണങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണം, അല്ലെങ്കിൽ ജലകാഠിന്യത്തിന് കാരണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താൻ കഴിയും സോഡിയം ക്ലോറൈഡ്. സോഡിയം എന്നത് ആ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത ആളാണ്. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകൾ അല്ലെങ്കിൽ സൾഫേറ്റുകൾ അല്ലെങ്കിൽ എന്താണ്? ബൈകാർബണേറ്റുകളാണ്. അപ്പോൾ സോഡിയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, സോഡിയം ഈ ഒരു ലിസ്റ്റിൽ പെടുന്നില്ല. രണ്ടാമത് നൽകിയിരിക്കുന്നത് കാൽഷ്യം ബൈകാർബണേറ്റ് ആണ്. നമ്മൾ പറഞ്ഞില്ലേ, കാൽഷ്യം ബൈകാർബണേറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണക്കാരനായ ഒരാളാണ്. അപ്പം ഒരാളെന്ന് പറയുന്നത് ആരാണ്? കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം ബൈകാർബണേറ്റ്, കാർബണേറ്റ് അല്ല, ബൈകാർബണേറ്റ്. ഓക്കെ, കാൽഷ്യം ബൈകാർബണേറ്റ്. ഓക്കെ. മൂന്നാമത് നൽകിയിരിക്കുന്നത് കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽഷ്യം കാർബണേറ്റ് ഒരിക്കലും എന്തല്ല? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണമല്ല. കാരണം കാർബണേറ്റ് ആണ്, ബൈകാർബണേറ്റ് മാത്രമാണ് ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണം. അപ്പോൾ കാർബണേറ്റ് എന്തല്ല? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണമല്ല. പിന്നെ നൽകിയിരിക്കുന്നത് കാൽഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, കാൽഷ്യം സൾഫേറ്റ് എന്തിന് കാരണക്കാരനാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണക്കാരാണ്. കാരണം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റുകൾ, ക്ലോറൈഡുകൾ, ബൈകാർബണേറ്റുകൾ. അപ്പം കാൽഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നതും എന്തിന് കാരണക്കാരനാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണക്കാരനാണ്. കാൽഷ്യം സൾഫേറ്റ്. അടുത്തതായി മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ ലിസ്റ്റിലുള്ള ആളാണ്. എന്താണ്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയുമാണ്. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്നത് എന്തിന് കാരണക്കാരനാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണക്കാരനാണ്. അപ്പോൾ മൂന്നാമത് ആര് വരും? മഗ്നീഷ്യം സൾഫേറ്റ്. ആൻഡ് ലാസ്റ്റ് നോക്കാം, കാൽഷ്യം ക്ലോറൈഡ് ഇവിടെ നൽകിയിട്ടുണ്ട്. കാൽഷ്യം ക്ലോറൈഡും ആരിൽ പെട്ടതാണ്? ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണക്കാരനാണ്. കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ. അവസാനം നൽകിയിരിക്കുന്നത് മഗ്നീഷ്യം കാർബണേറ്റ് ആണ്. കാർബണേറ്റ് ഒന്നും ഹാർഡ്നെസ് ഓഫ് വാട്ടറിന് കാരണക്കാരനല്ല. അപ്പം ആരൊക്കെയാണ് വരുന്നത് ഈ ലിസ്റ്റിൽ? കാൽഷ്യം ബൈകാർബണേറ്റ്, കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് ആൻഡ് കാൽഷ്യം ക്ലോറൈഡ്. ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹാർഡ്നെസ് ഡ്യൂ ടു വിച്ച് ഓഫ് ദ എബവ് സോൾട്ട്സ് കനോട്ട് ബി റിമൂവ്ഡ് ബൈ ബോയിലിംഗ്. ഇവയിൽ ഏതൊക്കെ ലവണങ്ങൾ കൊണ്ടുള്ള കാഠിന്യമാണ് തിളപ്പിക്കുന്നതിലൂടെ മാറ്റാൻ കഴിയാത്തത്?
അപ്പോൾ തിളപ്പിക്കുന്നതിലൂടെ മാറ്റാൻ കഴിയാത്ത ലവണങ്ങൾ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ എന്താണ് പെർമനൻറ്റ് ഹാർഡ്നെസ്സും ടെമ്പററി ഹാർഡ്നെസ്സും വരുന്നുണ്ട്. അപ്പോൾ പെർമനൻറ്റ് ഹാർഡ്നെസ്സിൻ്റെ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണം എന്താണ്? മഗ്നീഷ്യത്തിൻ്റെയും കാൽഷ്യത്തിൻ്റെയും സൾഫേറ്റുകളും ക്ലോറൈഡുകളും അടങ്ങിയ വസ്തുക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ലവണങ്ങൾ എന്ത് ചെയ്യാൻ കഴിയില്ല? ബോയിലിങ്ങിലൂടെ അവയുടെ ഹാർഡ്നെസ് മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ആരൊക്കെയാണ്? കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ് അതിൽ പെടുന്നുണ്ടോ? ഇല്ല. കാരണം കാൽഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ് ടെമ്പററി ഹാർഡ്നെസ്സിൽ വരുന്നതാണ്. കാരണം ബൈകാർബണേറ്റുകളെല്ലാം ടെമ്പററി ഹാർഡ്നെസ് ബോയിലിങ്ങിലൂടെ മാറ്റാൻ കഴിയുന്നു. എന്നാൽ കാൽഷ്യം സൾഫേറ്റ് അതിൽ പെടുന്ന ഉദാഹരണമാണ്. കാൽഷ്യം സൾഫേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ്. ബിയുടെ ഉത്തരമാണ് പറയുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് നോട്ട് കാൽഷ്യം ക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് കൃത്യമായിട്ട് പറയുന്നത് എന്താണ്? The hardness of water containing the chlorides and sulfates of calcium and magnesium is not removed by boiling. അപ്പോൾ ബോയിലിങ്ങിലൂടെ മാറ്റാൻ കഴിയാത്ത ഏതൊക്കെ ലവണങ്ങളുടെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ എന്താണ്? ആരുടെയൊക്കെയാണ്? കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളും സൾഫേറ്റുകളുമാണ് ബോയിലിങ്ങിലൂടെ മാറ്റാൻ കഴിയാത്തത്. ഇവ എന്തിന് കാരണമാകുന്നു? പെർമനൻറ്റ് ഹാർഡ്നെസ്സിന് കാരണമാകുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജലവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷൻ വഴി എന്നെ അറിയിക്കുകയോ എക്സാം പോയിൻ്റ് എന്ന് പറയുന്ന ഗൈഡ് റെഫർ ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.